UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ 3 മാസത്തിനുള്ളിൽ ഭൂപതിവ് ചട്ട ഭേദഗതിയിൽ കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഫീസ് എടുത്തുകളയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അടിമാലിയിൽ നടത്തിയ കർഷക കോൺക്ലേവിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വാഗ്ദാനം. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് സർക്കാർ ഭൂപതിവ് ചട്ടം ഭേദഗതി വരുത്തി ചട്ടങ്ങൾ രൂപീകരിച്ചത്. ചട്ടം തയ്യാറാക്കിയപ്പോൾ പട്ടയ വ്യവസ്ഥ ലംഘിച്ചു പണിത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാൻ ഫീസ് നിശ്ചയിച്ചു. ഇത് ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നാണ് UDF നിലപാട്. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ പോക്കറ്റ് സർക്കാർ അടിക്കുന്നതിന് തുല്യമാണ് ഈ ഭേദഗതി. പോക്കറ്റ് അടിക്കാൻ ശരിക്കും UDF അധികാരത്തിൽ വരുമ്പോൾ ഈ ഫീസ് ഈടാക്കണ്ട എന്ന് തീരുമാനിക്കും. ആദ്യം പട്ടയം ഉപാധിരഹിതമായി നൽകും. വാക്കാണ്. ചട്ടം ഭേദഗതി ചെയ്യുമ്പോൾ ക്രമവൽക്കരണത്തിന് ഫീസ് ഈടാക്കരുത്, നടപടികൾ ലളിതമാക്കണം, പട്ടയസ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിന് തടസ്സം നിൽക്കരുത് തുടങ്ങിയ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചില്ലെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ 10 ചെയിൻ മേഖലയിലും ഇടുക്കി അണക്കെട്ടിന്റെ 3 ചെയിൻ മേഖലയിലും UDF അധികാരത്തിലെത്തിയാൽ പട്ടയം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വാത്തിക്കുടി തോപ്രാംകുടി മേഖലയിൽ BTRൽ ഏലം കൃഷിയെന്ന് രേഖപ്പെടുത്തിയതിനാൽ 4000-ഓളം പേർക്ക് പട്ടയം കിട്ടുന്നില്ല. CHR വിഷയം സർക്കാർ സങ്കീർണമാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഭൂപതിവ് ചട്ട ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ സംസ്ഥാന തലത്തിൽ കോൺക്ലേവ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കർഷക കോൺക്ലേവ് നടത്തിയത്. മതസമുദായ സംഘടനകൾ, കർഷക സംഘടനകൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.